നമസ്കാരം. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് 1000-ന്റെയും 500-ന്റെയും മറ്റും നോട്ടുകൾ അർദ്ധരാത്രി മുതൽ നിർത്തലാക്കി. അതുവഴി കള്ളപ്പണം, കള്ളനോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തോമസ് ഐസക് പറയുന്നത് ശരിയൊന്നുമല്ല. കാരണം മുഴുവൻ കള്ളപ്പണവും പുറത്തൊന്നുമല്ല. കള്ളപ്പണങ്ങളുടെ അട്ടിയായിട്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഗോഡൌണുകളിലും അലമാരകളിലും എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് നിൽക്കട്ടെ. അങ്ങനെ കൊണ്ട് അങ്ങനെയുടെ എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ വെച്ചത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കള്ളനോട്ട് പ്രധാനമായും അയൽ രാജ്യങ്ങളിൽ നിന്നും 94 ലക്ഷം കോടിയോളം രൂപയാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നത് എന്നൊക്കെയുള്ള ആധികാരികമായ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ട് വിഷമിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ 1000, 500 പോലെയുള്ള നോട്ടുകൾ നിർത്തി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു അഭിമാനം തോന്നിയതിന്, അത് ഇന്നലെ പോസ്റ്റ് ചെയ്തതിന് ഒറ്റ പകൽ കൊണ്ട് മിനിഞ്ഞാന്ന് വരെ സംഘി എന്ന് വിളിക്കാതെ കമ്മ്യൂണിസ്റ്റുകാരനെന്നും സഖാവെന്നും കോൺഗ്രസുകാരനെന്നും ഒക്കെ വിളിച്ചിരുന്നവരെല്ലാം ഒറ്റയടിക്ക്, അത് മലയാളി എന്ന് പറയുന്നവൻ ഒറ്റയടിക്ക് സംഘിയാക്കി. ഇതിപ്പോ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ രാജ്യസ്നേഹം, സൈനികരോടുള്ള സ്നേഹം, ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നവരെല്ലാം പെട്ടെന്ന് സംഖ്യയാകുകയാണ്. അങ്ങനെ ആവുന്നതിലാവട്ടെ, കുഴപ്പമില്ല. പിന്നെ നാനോ എന്ന് പറഞ്ഞൊരു ചിപ്പ് അതിനകത്തുണ്ട്, ഈ പുതിയ 2000 നോട്ടിനകത്തുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഗുണങ്ങളാണ്, എവിടെയെങ്കിലും ഒളിച്ചു വെച്ചാൽ അറിയാൻ പറ്റും, 120 മീറ്റർ താഴെയാണെങ്കിലും അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടി. അതിപ്പോ കഞ്ചാവ് വളർത്തണമെന്നോ കള്ളനോട്ട് അടിക്കണമെന്നോ ഉള്ള ചീത്ത സിറിക്ക് പോകണമെന്നോ മറ്റേ ഭീകര സംഘടന ചേരണമെന്നോ എന്നുള്ള മെസ്സേജ് പോലൊന്നും അല്ലല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സതുദ്ദേശത്തോടെ ഉള്ള ഒരു റിപ്പോർട്ടാണ് എന്ന് കരുതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അയൽ രാജ്യങ്ങൾ കള്ളനോട്ടടിച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്നത് ഒഴിവാകുമല്ലോ, ഇത്തരം നൂതന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് കരുതി നമ്മളെപ്പോലെ കുറെ രാജ്യസ്നേഹികൾ ആ വാർത്ത പ്രചരിപ്പിച്ചു. ഇപ്പോഴെന്താണ്, നന്ദുകാവാലം 2000-ന്റെ നോട്ടിനകത്ത് വൈഫൈ ഇല്ല എന്ന് പറഞ്ഞ് കരയുകയാണ്, മറിച്ചാണെന്നും പറഞ്ഞ് കുറെ അലമ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. നന്ദുകാവാലം സംഘി, ഊളസംഘി എന്നൊക്കെ പറഞ്ഞ അവന്റെയൊക്കെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. നട്ടലുള്ളവന് ഇതിനൊന്നും ഒരു പേടിയില്ല. സത്യം പറയാനും രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നാട്ടിൽ പറയാൻ പറ്റില്ല, കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഈ ഫേസ്ബുക്ക് നിൽക്കണം. അപ്പോ ഈ നാനോ ചിപ്പ് എന്ന് പറഞ്ഞ സംഭവം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു. പുതിയ നോട്ടിറങ്ങാണ്, ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ അതുവഴി ഈ കള്ളനോട്ട് അടിക്കുന്നത് തടയാൻ പറ്റുമല്ലോ എന്ന് കരുതിയ സന്തോഷത്തിലാണ് നമ്മളത് ഷെയർ ചെയ്തത്. അതിനിപ്പോ നാനോ ചിപ്പ് അതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ട് നരേന്ദ്രമോദിക്കല്ല ക്രെഡിറ്റ്. മംഗൾയാൻ പോയി ചൊവ്വയിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് മോദിയാണ് വിളിച്ച് അഭിനന്ദിക്കുന്നത്. അത് രാജ്യത്തിന്റെ ഇതല്ലേ, രാജ്യത്തിലെ എഞ്ചിനീയർമാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവുകൊണ്ടാണ് നടത്തിയത് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചിപ്പ് അതിനകത്ത് വെക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിലെ IT വിദഗ്ധരുടെയും റിസർവ് ബാങ്കിന്റെയും കഴിവാണ്. അല്ലാതെ ഇതെല്ലാം BJPക്കും മോഡിക്കും അല്ല പോകുന്നത്. എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങും കുറെ ആൾക്കാർ. എന്നിട്ട് ഞാനിപ്പോ ഗ്രൂപ്പുകളിൽ കയറി നോക്കിയപ്പോ അതിനകത്തെല്ലാം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സഖാക്കളാണ് അതിന്റെ എല്ലാം പുറകിൽ പല രൂപത്തിൽ, അല്ലാതെ വേറെ ആൾക്കാരൊന്നും അല്ല. അതിനുള്ള ഉദ്ദേശം എന്താണ്? EP ജയരാജൻ ചിറ്റപ്പനെ പറഞ്ഞു, തോമസ് ഐസക് മിനിയാന്ന് ആവശ്യമില്ലാതെ കരഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു, മുതലക്കണ്ണീര്. അതിനിടയ്ക്ക് ഒരു സഖാവ് ഉൾപ്പെടെ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതിനെയൊക്കെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനെല്ലാം കൂടി കയറി ഇറങ്ങി നിരങ്ങുന്നത്. ഇതൊക്കെ ആര് കാണാനാണ്? ഇതൊക്കെ സത്യം പറയുന്നവനുണ്ടല്ലോ, അവന്റെ പുറകെ കേൾക്കാൻ ആളുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ പ്രതികരണം, നിങ്ങൾ എനിക്ക് പ്രതികരിക്കണം. അതായത് ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നല്ല പോലെ ഹൃദയവിശാലതയുള്ള സത്യസന്ധരായ ഡീസന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും ആരൊക്കെയാണെന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ബാക്കി അനാവശ്യം കയറി എന്റെ പ്രൊഫൈലിൽ കയറി ലേഖിയവനെയൊക്കെ ഇന്നലെ ഞാൻ പുറത്ത് കളഞ്ഞു. അങ്ങനത്തുള്ളവരൊന്നും അവിടെ വേണ്ട. ഇന്ന് ഞാൻ രാവിലെ പോസ്റ്റ് ഇതിനകത്ത് നോക്കൂ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ലാതെ എത്ര സുന്ദരമായിട്ടാണ് നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയണം. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിൽ പല തരത്തിലുള്ള മതങ്ങളും വർഗങ്ങളും ഉണ്ട്. നമുക്ക് അവരെല്ലാം ഒന്നാണ്. പുറമേയുള്ള രാജ്യമാണ് നമ്മളെ ഉപദ്രവിക്കുന്ന മറ്റുള്ളവരാണ് നമ്മുടെ ശത്രു എന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരേണ്ടി വരിക എന്ന് പറയുന്നത് ഗതികേടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ചോദിക്കും, ഞാനിത് എഴുതി തയ്യാറാക്കി ഉയർന്നുകൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നിയുകൊണ്ടാണ്. നമ്മള് ഭാരത സമാധാനവും എല്ലാ മതത്തിലുള്ളവർക്കും സ്വാതന്ത്ര്യവും കാക്ഷിക്കുന്നതോടൊപ്പം കള്ളപ്പണവും കൊള്ളപ്പലിശയും കള്ളനോട്ടും തുടച്ചു നീക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആരുടെ നടപടിയാണെങ്കിലും നമ്മൾ പിന്തുണയ്ക്കും. രാജ്യസ്നേഹം പറയുന്നവൻ സംഘി, സൈനികരെ സ്നേഹിക്കുന്നവൻ സംഘി, കള്ളനോട്ടും കള്ളപ്പണവും തടയാൻ ശ്രമിക്കുന്നവൻ സംഘി. നിങ്ങൾ ആരെങ്കിലും ഇത്തരം അലവലാദികളുടെ ജൽപ്പനങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് മറുപടി ഇവിടെ തരിക. ജയ് ഹിന്ദ്.